ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നിങ്ങൾ സൃഷ്ടിച്ചാൽ നാളെ ഇവിടെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും. ഒരു തർക്കവുമില്ല. ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഞങ്ങൾക്ക് അരിവാൾ കൊണ്ടും ചില പരിപാടി അറിയാം. അത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവസരം മുസ്ലിം ലീഗുകാരനായിട്ടുണ്ടാക്കരുത്. ഈ നാട് ഇളക്കിമറിച്ച് അത്യുജ്വലമായ വിജയം കൈവരിച്ച പ്രിയങ്കരായ എൻ്റെ സഹപ്രവർത്തകർ, 39ാം ഡിവിഷനിലെ പ്രിയങ്കരനായ എൻ്റെ സഹപ്രവർത്തകൻ PK ഷിഹാബ്, പ്രിയങ്കരനായ 38ാം ഡിവിഷനിലെ നിയുക്ത കൗൺസിലർ പ്രിയപ്പെട്ട ഷംസീർ, പ്രിയങ്കരനായ 37ാം ഡിവിഷനിലെ കൗൺസിലർ അവരെ ഏതാനും സിംഹാസനകം ഇവിടെ എത്തിച്ചേരും രേഷ്മ, പ്രിയങ്കരനായ 36ാം ഡിവിഷനിലെ കൗൺസിലർ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് യാസിർ, പ്രിയങ്കരനായ 35ാം ഡിവിഷനിലെ കൗൺസിലർ പ്രിയപ്പെട്ട സലാം, പ്രിയങ്കരനായ 32ാം ഡിവിഷനിലെ കൗൺസിലർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 3 വോട്ടിനാണ് അദ്ദേഹം CPM-ന്റെ കോട്ട കുത്തറങ്ങൾ അളക്കി മറിച്ചുകൊണ്ട് അബോധപൂർവമായ മുന്നേറ്റം നടത്തി. ഒരു 3 വോട്ടിന്റെ വ്യത്യാസത്തിലാണ്, 1.5 വോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാൻ വരുന്ന പ്രിയങ്കരനായ പ്രിയപ്പെട്ട ഫൈസൽ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയങ്കരനായ അൻഫാസ് ഇവിടെയുണ്ട്. അദ്ദേഹം CPM-ന്റെ ഏറ്റവും ഉജ്ജ്വലമായി ഇതുവരെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത CPM-ന്റെ കോട്ടയായിട്ടുള്ള 4ാം ഡിവിഷനിൽ അദ്ദേഹം 3 വോട്ടിന്, ഇതേ വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇത്രത്തോളം കൗൺസിലർമാരുടെ ഒരു പേര് അഭിസംബോധന ചെയ്ത് പറയുന്നത് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് കരുതിയിരിക്കുന്നത്. ഇത്രത്തോളം സമയം കൗൺസിലർമാരുടെ പേര് പറയാൻ വേണ്ടി എടുത്തു എന്നുള്ളത് തന്നെ വളരെയധികം സന്തോഷം നിറയുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ രാഷ്ട്രീയത്തിൽ വളരെ വിനയാധീനരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്, ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ. കരുവന്തുരുത്തിയിലെ പ്രദേശം എന്ന് പറയപ്പെടുന്നത് ഈ നാടിന് ഒരു പവിത്രതയുണ്ട്. മഹാരഥന്മാരായ നേതാക്കന്മാർ, നമ്മുടെ തലമുറകൾക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള, തലമുറകൾക്ക് മുമ്പേ ജീവിച്ചു പോയിട്ടുള്ള, നമ്മുടെ പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറഞ്ഞ സാന്നിധ്യമായിരുന്ന കുഞ്ഞു മരക്കാർ രാജിയുടെ വീടിന് മുന്നിലാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നാടിൻ്റെ സ്നേഹവും സമ്പന്നതയും, സ്നേഹത്തോടെ മതരാഷ്ട്രീയ ഭേദമന്യേ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൈനനെന്നോ ജൂതനെന്നോ വ്യത്യാസമില്ലാതെ, കൊടിയുടെ നിറം നോക്കാതെ ഒപ്പം ഇരുന്ന്, ഒപ്പം ചായ കുടിച്ച്, സ്നേഹത്തോടെ രാഷ്ട്രീയം പറഞ്ഞ്, സ്നേഹത്തോടെ കുത്തിപ്പിടിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്ന ആളുകളാണ് പതിറ്റാണ്ടുകളായിട്ട് ഈ കരുവന്തുരുത്തിയിലെ സഹപ്രവർത്തകന്മാരും സുഹൃത്തുക്കളും എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ പ്രകടനം കടന്നു വരുമ്പോഴും ഈ പോസ്റ്റിന് മുകളിൽ ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകന്മാരുടെ അടുത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകന്മാർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ കടന്നു വരുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിം ലീഗുകാരനും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നത്. എന്തൊരു സ്നേഹത്തോടെയാണ്, എന്തൊരു താല്പര്യത്തോടെയാണ്, എന്ത് സന്തോഷത്തോടെയാണ് നമ്മളെയൊക്കെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ നാടിൻ്റെ മേന്മയാണ്, നാടിൻ്റെ ഒരു സമ്പന്നതയാണ്. ഒരു പക്ഷേ ഒരു തോൽവിയും ജയപരാജയങ്ങളുമൊക്കെ ഒരു വികാരത്തിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡുകൾ കൊണ്ടുണ്ടാവുന്നതാണ്. അത് ആ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമ്മൾ അവസാനിപ്പിച്ച് വീട്ടിൽ പോകുന്ന ആളുകളാണ് നമ്മൾ. പ്രിയങ്കരനായ അസ്കർ ഫറൂഖ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കും കാര്യങ്ങളൊക്കെ. ഞാൻ പറയുന്നത്, നമ്മളൊക്കെ കേൾക്കാത്ത, ഈ നാട്ടിലെ കരുവന്തുരുത്തിയിലെ ജനങ്ങൾ നാളിതുവരെയായി കേൾക്കാത്ത മുദ്രാവാക്യം, പ്രിയപ്പെട്ടവര്, നമ്മുടെ പ്രദേശത്തെ പല ആളുകളും ഇന്നലത്തെ ദിവസം കിടന്നുറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇലക്ഷന്റെ തലേ ദിവസം, തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ കരുവന്തുരുത്തിയിലെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാർ വളരെയധികം സന്തോഷത്തോടെയും പ്രതീക്ഷയോടുമാണ് കടന്നുറങ്ങിയത്. ഒരു തെരഞ്ഞെടുപ്പ് തലേ ദിവസം, റിസൾട്ട് വരുന്ന തലേ ദിവസം പോലും യാതൊരുവിധ പരിഭവങ്ങളും പേടിയും ഭയവും ഇല്ലാതെ കടന്നുറങ്ങിയവരാണ് കരുവന്തുരുത്തിക്കാർ. എന്നാൽ ഇന്നലത്തെ ഒരു ദിവസം ഈ കരുവന്തുരുത്തിയിലെ പാവപ്പെട്ട UDF-ന്റെ പ്രവർത്തകന്മാരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും പേടിക്കൊണ്ടല്ല, ഭയം കൊണ്ടല്ല, ഒരു സമാധാനമില്ലായ്മ നമുക്കൊക്കെ അനുഭവപ്പെട്ടു. ഒരു സമാധാനത്തിന്റെ വിഷയം. നമ്മുടെ നാട്ടില് ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് മുദ്രാവാക്യങ്ങൾ വിളിക്കും, പടക്കങ്ങൾ എറിയും, പടക്കത്തിൽ തീ കൊളുത്തും. ചില സമയത്തൊക്കെ നമ്മൾ തീ കൊളുത്തുമ്പോൾ ഈ പടക്കങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കും. അത് സർവ്വസാധാരണമായ സംഭവമാണ്, സുഹൃത്തുക്കളാണ്.
സ്നേഹിതന്മാരാണ്. അത് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ കണ്ട് കൊത്തിപ്പിടിച്ച് ഉമ്മ വെച്ച് ആലിംഗനം ചെയ്തിട്ടാണ് നമ്മളൊക്കെ പിരിഞ്ഞു പോവാറ്. എല്ലാ കാലത്തും ഒരു ചെറിയ സംഭവത്തെ പർവ്വതീകരിച്ചു. എങ്ങനെ പർവ്വതീകരിച്ചു? ഹിമാലയം പോലെ പർവ്വതീകരിച്ചു. CPM-ന്റെ സൈബർ പോരാളികൾക്കിടയിൽ എന്തോ മഹാസംഭവം നടന്നു എന്ന് വരുത്തി തീർത്തിക്കൊണ്ട് ഈ നാട്ടിലില്ലാത്ത, ഈ നാട്ടിൽ സമാധാനത്തിന്റെ വാക്കുകൾ അറിയാത്ത, ഈ നാട്ടിൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സംഭാഷണങ്ങളും പെരുമയും അറിയാത്ത 1-2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് നടത്തിയ കൊലവിളി പ്രസംഗവും ഇന്നലത്തെ അത് കേട്ടിട്ട് ഇന്നലത്തെ കരുവന്തുരുത്തിയിലെ ജനാധിപത്യ വിശ്വാസികളും ബഹുസ്വരതയിലും സെക്യുലറിസത്തിലും വിശ്വസിക്കുന്ന നമ്മളെ പോലുള്ള ആളുകൾ ആ വാക്ക് കൊണ്ട് കിടന്നുറങ്ങാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിനെ കുറിച്ച് പറയുന്നു, നമ്മൾ ഉത്തർപ്രദേശിലെ ആൾക്കൂട്ട കൊലപാതകങ്ങളെ കുറിച്ച് പറയുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങൾ എന്ന് പറയുമ്പോൾ വിചാരണ കൂടാതെ ആൾക്കൂട്ടങ്ങൾ കൂടിയിട്ട് വിചാരണ നടത്താതെ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്ന ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂരിലെ പ്രിയങ്കരനായ ഷുക്കൂറിനെ കയ്പ് മാറാത്ത പ്രിയങ്കരനായ ഷുക്കൂർ ആ നാട്ടിലെ CPM-ന്റെ കോട്ടയിൽ പോയി നാട്ടുകാരുടെയും അവിടുത്തെ സാധാരണ ജനങ്ങളുടെയും പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം കണ്ടവർക്ക് ഓടി നടന്ന് ആ പ്രിയങ്കരനായ കുട്ടി, ആ ചെക്കൻ എന്ന് പറയാം, ആ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായപ്പോൾ ഇവരെന്താ ചെയ്തത്? ഇവര് ആളൊഴിഞ്ഞ പാടത്തേക്ക് കണ്ണൂരിലെ ഒരു കുഗ്രാമത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ ഈ ചെക്കനെ പൊക്കിപ്പിടിച്ചു കൊണ്ടുപോയിട്ട് അവനെ എരുമയെ അറുക്കുന്നത് പോലെ അറുക്കുന്നത് കണ്ടുനിന്ന് ഇൻക്ലാബ് വിളിച്ച ആളുകളാണ് ഇവിടുത്തെ അവന്റെ ആ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയപ്പെടുന്നത്. അത് കണ്ണൂരിലാണ്, അതൊക്കെ നമ്മൾ കേട്ടറിവാണ്. അവിടുത്തെ നടത്തുന്ന മുദ്രാവാക്യം, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിച്ച മുദ്രാവാക്യമാണ് ഇന്നലെ ഈ മടത്തിൽ പാടത്ത് 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വന്ന് വിളിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഞങ്ങളൊക്കെ ഇലക്ഷനിൽ പരാജയപ്പെട്ട ആളുകളല്ലേ. ഞാൻ ഈ സംസാരിക്കുന്ന ഈ 39ാം ഡിവിഷനിൽ ഒരു തവണ പരാജയപ്പെട്ടതാണ്. എന്നാലോ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ, നിങ്ങൾ അന്ന് വിളിച്ച മുദ്രാവാക്യങ്ങളും അന്ന് നിങ്ങൾ തച്ച് പൊളിച്ചിട്ടുള്ള മഹാബാനറുകളും 10,000-കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയിട്ടുള്ള 3-4 ബാനറുകള്, കമ്പി കൊണ്ട് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാനറുകളൊക്കെ നിങ്ങൾ തച്ച് തകർത്തി തരിപ്പണമാക്കിയപ്പോ ഇവിടുത്തെ ഒരു കൗൺസിലർ, ഇപ്പൊ മത്സരിച്ച സ്ഥാനാർത്ഥി അന്ന് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അനീഫ വിഷമിക്കരുത്, അത് ഞാൻ വാങ്ങിത്തരുമെന്നുള്ളത് ഈ മടത്തിൽ പാടത്തൊരു പ്രദേശത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള ഒരു സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത്, ഇതൊന്നൊരു വിഷയമില്ല, അതൊക്കെ ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾ പൈസ തരണ്ട, അതൊരു വികാരത്തിന്റെ ഭാഗമല്ലേ. ഞാൻ സ്വാഭാവികമായിട്ട് തോൽക്കുമ്പോ പുതിയ ആൾ വന്ന് ജയിക്കുമ്പോ നിങ്ങൾക്കൊരു ആവേശമുണ്ടാവും, നിങ്ങൾക്കൊരു വലിയൊരു ആവേശമുണ്ടാവും. ആ ആവേശത്തിന്റെ ഭാഗമായിട്ട് ബാക്കിൽ വരുന്ന ആളുകളൊക്കെ ചെയ്യുന്ന പണിയായിരിക്കും. ഈ പെട്ടിച്ചിരി ബസ് സ്റ്റോപ്പിന് മുന്നിൽ ബിച്ചുട്ടി ഹാജിന്റെ തൊഴിൽ സ്ഥാപിച്ച 2-3 വലിയ ബോർഡുകളാണ് സാധാരണ പട്ടി കൊണ്ടടിച്ചതല്ല, വാടകയ്ക്ക് വാങ്ങിയ ബോർഡുകളൊക്കെ തച്ച് തകർത്തത്. അന്ന് ഞങ്ങൾ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞില്ലല്ലോ, ഒരു പരിഭവം പറഞ്ഞില്ല. ഇവിടത്തെ പെട്ടിച്ചിരിയുടെ അടുത്ത് താമസിക്കുന്ന സ്ത്രീയെ കൊണ്ട് എന്റെ വീട്ടിൽ എന്റെ ഉമ്മയുടെ അടുത്തുപോയി, എന്റെ ഉമ്മയുടെയും എന്റെ ഭാര്യയുടെയും അടുത്തുപോയി നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ നിങ്ങൾ 5 കൊല്ലം മുന്നത്തെ 7 കൊല്ലം മുമ്പത്തെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും ഇപ്പോഴും ഓടുന്നുണ്ടാവും. പ്രിയപ്പെട്ട സഖാക്ക് പറയുന്നിട്ട് വായിച്ചു നോക്കണം, നിങ്ങളൊന്ന് നീക്കി നോക്കണം. എന്ത് മോശപ്പെട്ട മുദ്രാവാക്യമാണ് ആ സ്ത്രീ അന്ന് എന്റെ വീട്ടിലെ എന്റെ ഉമ്മയുടെ അടുത്തും എന്റെ ഭാര്യയുടെ അടുത്തും ഒന്ന് വിളിച്ചത്. എന്ത് മോശപ്പെട്ട മുദ്രാവാക്യമാണ്. എന്റെ ഉമ്മ പരാതി പറഞ്ഞോ, എന്റെ ഭാര്യ ഒരു പരാതി പറഞ്ഞോ, ഇവിടുത്തെ നാട്ടുകാർ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാര് എന്തെങ്കിലും ഒരു മുദ്രാവാക്യം അതിനെതിരെ വിളിച്ചോ? ഞാനെന്ന് പറഞ്ഞത് അതൊക്കെ ഒരു വികാരത്തിന്റെ ഭാഗമാണ്. എന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന്, എന്റെ ഗേറ്റിന്റെ മുന്നിൽ വന്ന്, അത് ഞാനും സ്ഥാനാർത്ഥിയാകൊണ്ട് വന്നതാണ്. അനീഫ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുള്ള ദേഷ്യമല്ല, അതൊരു ഇലക്ഷനിൽ മത്സരിച്ചുകൊണ്ടുണ്ടാകുന്ന വികാരത്തിന്റെ ഭാഗമാണ്. ഞങ്ങളൊരു പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ, അതാണ് വേണ്ടത്. എന്നാലോ 10 കൊല്ലം ഞങ്ങൾ ക്ഷമിച്ചു നിന്നില്ലേ? 10 കൊല്ലം ഞങ്ങൾ ക്ഷമിച്ചു നിന്നു. ആ 10 കൊല്ലം ഞങ്ങൾ ക്ഷമിച്ചു നിന്ന് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ഞങ്ങൾക്ക് അന്നുണ്ടായ പോരായ്മകൾ 38ാം ഡിവിഷനിൽ അഡ്വക്കേറ്റ് അനീഫ മത്സരിച്ച് തോറ്റപ്പോ ആ മത്സരിച്ച് തോറ്റതിന്റെ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി
ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാര് അതിൽ നിന്ന് വികാരം ഉൾക്കൊണ്ട്, അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉൾക്കൊണ്ട് ഈ നാട്ടിൽ സാധാരണക്കാരന്റെയും സാധാരണ ആളുകളുടെയും പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവിടെ വിഷയങ്ങളിൽ ഇടപെട്ട് അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടപ്പോ ആ നാട്ടിൽ നമ്മൾ 10 കൊല്ലമെടുത്തു. ആ 10 കൊല്ലമെടുത്തപ്പോ ശിഹാബിന് ഈ നാട് കാണാത്ത ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് 39-ാം ഡിവിഷനിലെ സാധാരണക്കാരായ ജനങ്ങൾ വിജയിപ്പിച്ചില്ലേ? പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ വിജയിപ്പിച്ചില്ലേ? അത് മുസ്ലിം ലീഗുകാർ മാത്രമാണോ വോട്ട് ചെയ്തത്? ഞാൻ ശിഹാബിനെ പറഞ്ഞു, ശിഹാബെ, ഇത് മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും വോട്ടർമാരുടെ വോട്ട് മാത്രമല്ല കിട്ടിയത്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്, ഇവിടുത്തെ മുസ്ലിം ലീഗുകാരനില്ലാത്ത ആളുകളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, ഇവിടുത്തെ കോൺഗ്രസ്സുകാരനില്ലാത്ത ആളുകളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതൊരു കൂട്ടം യുവാക്കള്, ഈ നാടിന്റെ കണ്ണിലുണ്ണിയായ യുവാക്കള്, ഈ നാടിന്റെ പ്രതീക്ഷയായ യുവാക്കള് ഈ നാട്ടിലെ ഈ ഇലക്ഷനിൽ മത്സരിച്ചപ്പോ ഈ നാട്ടിലെ ജനങ്ങളൊരു വിലയിരുത്തൽ നടത്തി. ഈ കാണുന്ന ചെക്കന്മാർ KP യാസിറിനെയും സലാമും ശിഹാബും അടക്കമുള്ള ചെറുപ്പക്കാര് ഈ നാടിന്റെ നല്ല നാളേക്ക് വേണ്ടി നയിക്കാൻ പറ്റുന്ന ആളുകളാണ്. ആ വിചാരത്തിൽ നിന്നുകൊണ്ടല്ലേ അവര് വോട്ട് ചെയ്തത്? അതൊരു പ്രതീക്ഷയല്ലേ? അവർ വെറുതെ വോട്ട് ചെയ്തതാണോ? അവർ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ആ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ, പ്രയാസങ്ങൾക്ക് മുന്നിൽ അവരുടെ ഒപ്പം നിന്നതുകൊണ്ടല്ലേ അവർ വിജയിച്ചത്? അങ്ങനെയല്ലേ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്? ഞങ്ങൾ 10 കൊല്ലം മെനക്കെട്ടില്ലേ? 10 കൊല്ലം കാത്തു നിന്നില്ലേ? ഒരു 10 കാലമാണ് 39-ാം ഡിവിഷനിൽ ഈ ഒരു മിന്നും ജയത്തിന് വേണ്ടി നമ്മൾ കാട്ടുന്നത്. അതിനുവേണ്ടി അഹോരാത്രം നമ്മൾ പണിയെടുത്തു. എന്തെങ്കിലും മുദ്രാവാക്യം മോശമായിട്ട് ഞങ്ങൾ വിളിച്ചോ? ഏതെങ്കിലും നിങ്ങളുടെ പ്രിയങ്കരനായ EMS-ന്റെ പാക്കേജിന്റെ തറവാട് ഞങ്ങൾ വിളിച്ചില്ലല്ലോ. നിങ്ങൾ ഇന്നലെ എന്താ വിളിച്ചത്? ആരാണ് ഈ പാണക്കാട് തറവാട് എന്ന് പറയപ്പെടുന്നത്? പാണക്കാട്ട് പോക്കുവായ തങ്ങളുടെ തറവാട് എന്ന് പറയപ്പെടുന്നത് ആരാണ്, എന്താണ് നിങ്ങൾക്കറിയോ? ഇന്നലെ ഏരിയ കമ്മിറ്റി 2 അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചപ്പോ പാണക്കാട്ട് പൂക്കോയ തങ്ങളുടെ മുറ്റത്തേക്ക് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ കെട്ടി കഷ്ടം മുറിച്ച് കൊട്ടലിട്ട് അയക്കുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ ആളുകള് അത് കേട്ടിന് ക്ഷമിച്ചു നിന്നില്ലേ? അതല്ലേ പൊതുപ്രവർത്തനം എന്ന് പറയപ്പെടുന്നത്? അതല്ലേ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത്? ഞങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ. എന്നാൽ നിങ്ങൾ ജയിച്ചപ്പോ AKGയുടെ EMS-ന്റെ തറവാടിലേക്ക്, ഏലമണിക്ക തറവാട്ടിലേക്ക് ഏതെങ്കിലും DYFI CPM-മാരെ കെട്ടി കൊടുത്തയക്കും ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചില്ലല്ലോ. അതല്ലേ നമ്മുടെ സംസ്കാരം. ഇനിയും ഞങ്ങൾ ഒരുപക്ഷെ നാളെ മാറി വന്നേക്കാം. പക്ഷെ എത്ര തോൽവികൾ തോറ്റു കഴിഞ്ഞാലും നമ്മുടെ കഴിവിൽ നിന്ന് പിടുത്തം വിട്ടു പോകുന്ന രീതിയിൽ, ഏതെങ്കിലും ഒരു തറവാട്ടുകാരെ വേദനിപ്പിക്കുന്ന രീതിയിൽ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരുടെ തറവാട് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു മുദ്രാവാക്യം ഇവിടുത്തെ UDF-ന്റെ പ്രവർത്തകന്മാരുടെ വായിൽ നിന്ന് വരില്ല എന്നുള്ളത് പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ എത്ര പ്രകോപിപ്പിച്ചു കഴിഞ്ഞാലും ഞങ്ങളെ വായിൽ നിന്ന് വരില്ല. ഉമ്മൻചാണ്ടിയുടെയും ഈ നാടിന്റെ മതേതരത്വത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, സെക്യുലറിസത്തിന് വേണ്ടി പോരാടുന്ന രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും നേതൃത്വത്തിന് പിന്നിൽ അണിനിരക്കുന്നവരാണ് ഇവിടുത്തെ UDF-ന്റെ പ്രവർത്തകന്മാർ. ഞങ്ങൾക്കതേ പറയുവാനുള്ളൂ. ഈ വിജയം പരാജയം എന്തൊക്കെ പറയപ്പെടുന്നത്? പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികൾ ചെയ്യേണ്ടത്, ഇവിടുത്തെ UDF-ന്റെ കൗൺസിലർമാർ, ആ വാർഡിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുള്ള ഇമേജ്, നിങ്ങൾക്ക് നാട്ടിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുള്ള വിശ്വാസം, ആ വിശ്വാസം വീണ്ടെടുക്കുന്നതിന് വേണ്ടി നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും മുന്നിൽ നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തി റെസ്റ്റ്ലെസ് ആയിട്ട് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ വിജയം കൊണ്ടുവരുന്നതിന് പകരമായിട്ട് ഇങ്ങനെ തമ്പാടിത്തവും ഭീഷണിയും പെടുത്തി ഈ നാടൊരിക്കലും കാണാത്ത രീതിയിൽ ഈ കരിവന്തുരുത്തി പ്രദേശത്തെ ഒരു മതനിരപേക്ഷത, ഇവിടുത്തെ ഒരു സെക്യുലറിസം, ഇവിടുത്തെ ഒരു ബഹുസ്വരതയെ തകർക്കുന്ന രീതിയിൽ ഈ നാട്ടിൽ നിന്നുള്ളവരല്ല പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഈ കരിവന്തുരുത്തിയുടെ ചരിത്രം മനസ്സിലാക്കാത്ത ആളുകൾ ഇവിടെ വന്ന് 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വിളിച്ച മുദ്രാവാക്യം എന്ന് പറയപ്പെടുന്നത് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. മറിച്ച് നിങ്ങൾ നമ്മൾ പ്രകടനം നടത്തുമ്പോൾ, ഇവിടെ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് നിങ്ങൾക്ക് അത് വിളംബരം ചെയ്യാമെന്ന് വിചാരിച്ച ഒരിക്കലും നിങ്ങൾ നിൽക്കരുത്. ഞങ്ങളുടെ വായിൽ നിന്ന് മോശമായ ഒരു വാക്ക് പോലും വരില്ല, ഞങ്ങളുടെ വായിൽ നിന്ന് മോശമായ ഒരു മുദ്രാവാക്യം വരില്ല. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ ഞങ്ങൾക്ക് എന്ന ബാൻഡേജ് 100, 200, 300 വോട്ടിനല്ല, 350 വോട്ടിനാണ് PK അവിടെ ജയിച്ചിട്ടുള്ളത്. 300 വോട്ടിന് അഡ്വക്കേറ്റ് യാസിർ ഇവിടെ ജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സലാമുടെ ജയിച്ചിട്ടുള്ളത് 150ഓളം വോട്ടുകൾക്കാണ്. പ്രിയങ്ക രേഷ്മ ഒരു ഭാഷ തോറ്റതാണ്,
ഒരു പ്രാവശ്യം പരാജയപ്പെട്ടതാണ്. 1.5 മാസം മുമ്പാണ് രേഷ്മ എന്നോട് വിളിച്ചു പറഞ്ഞത്. 1.5 മാസം മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് രേഷ്മയുടെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, അനീഫ, ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. എന്റെ വീടിന്റെ മുന്നിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ആ ഇലക്ട്രിക് പോസ്റ്റിന്റെ അപ്പുറവും ഇപ്പുറവും ലൈറ്റ് സ്ഥാപിച്ചു. എന്നാൽ എന്റെ വീടിന്റെ മുന്നില് ഞാൻ വഴി കിടക്കുന്ന സ്ഥലത്തേക്ക് അവർ ലൈറ്റ് സ്ഥാപിച്ചില്ല. മുനിസിപ്പാലിറ്റി നമ്മളല്ലേ ഭരിക്കുന്നത്, ഒന്ന് പറഞ്ഞു ലൈറ്റ് സ്ഥാപിക്കുമോ എന്ന് ചോദിച്ചിട്ട് ഒരു കൗൺസിലർ അത് കോടി ചിഹ്നത്തിൽ മത്സരിച്ചു എന്നുള്ള കാരണം കൊണ്ട് 38ാം ഡിവിഷനിലെ കഴിഞ്ഞ തവണ അവരുടെ മുന്നിലുള്ള ഇലക്ട്രിക് പോസ്റ്റിന്റെ മുന്നിൽ ഒരു ബൾബ് പോലും തൂക്കാൻ സാധിക്കാതെ രാഷ്ട്രീയപരമായി കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇത്തവണ 39ാം ഡിവിഷനിൽ ഇത്ര വലിയ പടുകുയിലേക്ക് നിങ്ങൾ പോയത്. ആ രീതിയിലാണ് ജനങ്ങളെ കാണുന്നത്. രേഷ്മയുടെ പ്രാർത്ഥന, രോദനം കേട്ടു. കഷ്ടപ്പെടുന്നവന്റെ രോദനം പരമകാരൻ്റെവൻ കേൾക്കുന്നതാണ്. എന്ത് ഒരാളുടെയും പിന്തുണയില്ലാതെ, ഒരാളോട് പോലും പറയാതെ രേഷ്മയുടെ മുന്നിലുള്ള വിടയിലൂടെ പോസ്റ്റ് ട്യൂബിലിടാൻ ലൈറ്റ് ഇടുവാൻ ഒരാളുടെയും പിന്തുണയും ഭർത്താവിന്റെ ആവശ്യമില്ല. അത് മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനത്തെ വൃത്തികേടുകൾ, വളരെ വലിയ വൃത്തികേടുകൾ 38ാം ഡിവിഷനിൽ UDF കൗൺസിലറെ മത്സരിച്ച് പരാജയപ്പെട്ട ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ജനാധിപത്യ രീതിയിലുള്ള വിജയമാണ്. ഈ നാടിലെ എല്ലാ കൊണ്ടും അറിയുന്ന പ്രിയങ്കരായ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, തിളക്കമാറുന്ന ഈ നാട്ടിൽ സർവ്വവിഷയങ്ങളും ഇടപെടുന്ന പ്രിയങ്കരായ യുവാക്കള്, PK ശിഹാബും സലാമും വ്യാസനും അടക്കമുള്ള ആളുകൾ, രേഷ്മയും അടക്കമുള്ള ആളുകൾ ഒരു പ്രദേശം ഒന്നായിട്ട് കോണിയുടെയും കൈപ്പത്തിയുടെയും കൈകളിൽ അമർന്നു. ആ ഒരു പ്രദേശം മൊത്തമായിട്ട്, നിങ്ങൾ അറിയോ, ഒരു പ്രദേശം മൊത്തമായിട്ട് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു പ്രദേശം ഒന്നായിട്ട് UDF കൈകൾ ഇങ്ങനെ അമർന്നു കഴിഞ്ഞു. ആ അമർന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന രോദനം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ പ്രസംഗിപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ളതും ഇല്ലാതാവും. കരുവന്തിരുത്തിൽ ഞങ്ങൾ പിടിക്കാത്ത വാർഡുകൾ ഞങ്ങൾ പിടിക്കും. അത് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പു തരാം. കരുവന്തിരുത്തിൽ ഞങ്ങൾ പിടിക്കാനുള്ള വാർഡുകൾ ഇനിയും ഇതുപോലെ പ്രസംഗം നടത്തുവാൻ 1-2 ആളുകൾ സഖാക്കന്മാർ കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഞങ്ങൾ പറയാനുള്ളത്. പിടിക്കാനുള്ള വാർഡുകൾ ഞങ്ങൾ പിടിക്കും. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയുന്നില്ല. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ കൊണ്ടും വെല്ലുവിളികൾ കൊണ്ടും കരുവന്തിരുത്തിയിലെ മനസ്സമാധാനവും കരുവന്തിരുത്തിയിലെ മതനിരപേക്ഷതയും തകരുമെന്ന് ഒരിക്കൽ നിങ്ങൾ വിചാരിക്കരുത്. ശക്തമായിട്ട് ഈ പ്രദേശം ഒരു കാലത്തും, ഈ പ്രദേശം കരുവന്തിരുത്തിയിലെ പച്ചക്കോട്ടയും UDF കോട്ട ഒരിക്കലും CPM തിരിച്ചു കിട്ടാത്ത വിധത്തിൽ ഈ നാട് കാണാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് ഈ യുവാക്കൾ നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഈ പ്രദേശം. ആ രീതിയിലുള്ള എല്ലാ കഴിവും അടങ്ങിയിട്ടുള്ള യുവാക്കളാണ് ഈ നാടിന് ഭരിക്കാൻ പോകുന്നത്. ഈ നാടിലെ യുവാക്കൾ ജയിപ്പിച്ച ആളുകൾ ഈ നാട്ടിലെ കണ്ണിലുണ്ണികളാണ്. അതുകൊണ്ടൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടിക്ക് പ്രിയപ്പെട്ട CPM നേതാക്കന്മാർ ഇത്തരത്തിലുള്ള കൊലവിളി പ്രസംഗങ്ങളിൽ നിന്നും നേതാക്കന്മാരൊക്കെ പിന്തിരിപ്പിച്ച് നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥന നടത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദിയും കടപ്പാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.